ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്നത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നമ്മൾ പോകെ കവർ ചെയ്ത് ഇങ്ങനെ വരുവാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത്? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ ഒരു മീൻ റിട്ടേണും റിസ്ക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലേ? ആക്ച്വൽ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. അവിടെ നമ്മൾ പഠിച്ചത് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിലാണ്. ഇനി നമ്മുടെ മുന്നിലേക്ക് ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡേറ്റ ഉള്ള ഡേറ്റ സെറ്റ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്നും വാല്യൂസ് കണ്ടുപിടിക്കുന്നത്? ഒബ്വിയസ്ലി കമ്പ്യൂട്ടറിന് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ഞാൻ പറയുന്നത് ടു ദ ട്യൂൺ ഓഫ് ബില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡേറ്റ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് പോലും അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ അവിടെ നമ്മൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രിക്ക് ഉപയോഗിക്കും, അഥവാ സാമ്പിൾ എടുക്കും. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ്. Suppose we want to measure some stat, say the average height of men in the world. ഈ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളുടെയും ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കണം. ആസ് യു ക്യാൻ ഇമാജിൻ, ദ ഡേറ്റ സെറ്റ് ഇസ് സോ ഹ്യൂജ്. അതായത് ഇഷ്ടംപോലെ ബില്യൺസ് ഓഫ് ഡേറ്റയാണ് അവിടെ ഉള്ളത്. അതായത് നമുക്ക് എല്ലാ ആൾക്കാരുടെ അടുത്തും പോയി, എല്ലാ ലോകത്തിലുള്ള എല്ലാ മെന്നിന്റെ അടുത്തും പോയി നമുക്ക് ഇൻഡിവിജ്വലി ഹൈറ്റ് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. പറ്റും, പക്ഷേ ഇറ്റ് ഇസ് എ വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് മണി. അതായത് പൈസ ഉണ്ടെങ്കിൽ തന്നെ ടൈം നഷ്ടമുണ്ട്, പൈസ നഷ്ടമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് പ്രശ്നങ്ങൾ കാരണം നമ്മൾ പൊതുവെ ഹ്യൂജ് ഡേറ്റ സെറ്റിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുൾ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യാറില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, we calculate the properties of a population by taking a sample. അതായത് ആ പോപ്പുലേഷനിൽ നിന്നും ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൽ നിന്നും നമ്മൾ ആ പോപ്പുലേഷന്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അങ്ങനെയാണ് നമ്മൾ ടൈം ആൻഡ് മണിയാണ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഫോർ സാമ്പിളിംഗ്. അപ്പം ഇതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഈ സാമ്പിൾ എടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പറ്റിയുള്ള കാര്യങ്ങൾ. സോ ഈ ചാപ്റ്ററിൽ പോകുന്നതിന് മുന്നേ രണ്ട് ടേംസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് പാരാമീറ്ററും വേറൊന്നെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കും. എന്താണ് ഈ രണ്ട് ഐറ്റം? ഇഫ് വി ഹാവ് ആക്ച്വലി ടേക്കൺ, ഓക്കെ, നമ്മൾ വിചാരിക്കുക നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഹൈറ്റ് എടുത്ത് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെയും ഹൈറ്റ് കണ്ടുപിടിച്ച് എടുക്കുകയാണെങ്കിൽ, എന്നിട്ട് അവരുടെ ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, വാട്ട് വി ഗെറ്റ് ഈസ് ദ ട്രൂ വാല്യൂ ഓർ ദി പാരാമീറ്റർ. ആ പോപ്പുലേഷന് ആ ഫുൾ എൻറ്റയർ പോപ്പുലേഷൻ ഉപയോഗിച്ച് നമ്മൾ ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. പോപ്പുലേഷനിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി അതല്ല, നമ്മളൊരു സാമ്പിൾ എടുത്തിട്ട് അതിൽ നിന്നുമാണ് നമ്മളൊരു ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ സാമ്പിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് പോപ്പുലേഷനിൽ നിന്ന് കിട്ടുന്നത് പാരാമീറ്ററും സാമ്പിളിൽ നിന്ന് കിട്ടുന്നത് സ്റ്റാറ്റിസ്റ്റിക്കും എന്ന് പറയുന്ന ടേംസ് ആണ്. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ഇതിൽ മനസ്സിലാക്കി കാണും. അതായത് ഒബ്വിയസ്ലി ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു വാല്യൂ ഉണ്ടാവും. നമ്മൾ സാമ്പിൾ എടുക്കുമ്പം ഓഫ് കോഴ്സ് നമുക്ക് പോപ്പുലേഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും, പക്ഷെ അത് പോപ്പുലേഷന്റെ വാല്യൂ ആയിട്ട് സിമിലർ അല്ല. നിങ്ങൾ ആലോചിച്ചത് ശരിയാണ്. there will be a slight difference in the value of the parameter and the statistic, and this is known as sampling error. Okay, so എങ്ങനെയാണ് in this module we will learn about the different ways of creating the samples from a population and inference. അതായത് ഒന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുവാണ്, പോപ്പുലേഷന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് ആ പറയുന്ന സാമ്പിൾസിൽ നിന്നും നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻഫറും ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന്റെ പേര് എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ് എന്ന് വന്നത്. സോ ഇൻഫറിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ പോപ്പുലേഷൻ യൂസിംഗ് ദ സാമ്പിൾ ഡേറ്റ ആൻഡ് ഹൗ ടു ക്വാണ്ടിഫൈ ദി സാമ്പിളിംഗ് എറർ. ഇത് എല്ലാമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ എന്താണ് സാമ്പിളിംഗ് മെത്തേഡ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഇഷ്ടത്തിന് സാമ്പിൾ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ എങ്ങനെയാണ് ഈ സാമ്പിളിംഗ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ബ്രോഡ്ലി വി ക്യാൻ ടേക്ക് സാമ്പിൾസ് ഫ്രം എ പോപ്പുലേഷൻ യൂസിങ് ടു മെത്തേഡ്സ്. അതായത് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് സാമ്പിൾ ഫ്രം എ പോപ്പുലേഷൻ ഇസ് കോൾഡ് സാമ്പിളിംഗ്. അത് ഒബ്വിയസ് ആണ്, ഞാൻ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. സോ രണ്ട് രീതിയിൽ നമുക്ക് സാമ്പിൾ എടുക്കാം. ഒന്ന് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും
ഒന്ന് വേറൊന്ന് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്? പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എവറി മെമ്പർ ഓഫ് ദ പോപ്പുലേഷൻ ഹാവ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ്. അതായത് നമ്മൾ ആവറേജ് ഹൈറ്റ് ഓഫ് ദ മെൻ ഇൻ ദ വേൾഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ എവറി മെൻ in the world has an equal chance of being selected. Hence, this is a representative of the population. അതായത് പോപ്പുലേഷനെ നമ്മൾ റാൻഡം ആയിട്ട് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യുവാണ്. So there is an equal chance and therefore it gives a representation of the population. It is more accurate and reliable. Non-probability sampling എന്ന് വെച്ചാൽ there is no equal chance. It is dependent upon the person who is taking that, who is conducting that research. Say ഇപ്പം ഒരാൾ, ഇപ്പം ഞാനാണ് ആവറേജ് മെൻ ഓഫ് ദ ഹൈറ്റ്, ആവറേജ് ഹൈറ്റ് ഓഫ് ദ മെൻ കണ്ടുപിടിക്കുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് എന്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള 10 വീട്ടിലെ ആണുങ്ങളുടെ ഹൈറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങി വരും. അത് ശരിയായിട്ടുള്ളൊരു മെത്തേഡാണോ? അല്ല. അത് റെപ്രസെന്റേറ്റീവ് അല്ല. ഇറ്റ് ഇസ് നോട്ട് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ and it depends upon my judgment. എന്റെ ജഡ്ജ്മെന്റിന് ഞാൻ എടുക്കുന്നതാണ്. So it is non-representative of the population. ഇതിനെയാണ് നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. സോ ആദ്യമേ നമുക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞ് കുറച്ച് സാമ്പിളിങ്ങിനെ പറ്റിയുള്ള കുറച്ച് ഡേറ്റ ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് അടുത്ത നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലേക്ക് പോകാം. സോ ഫസ്റ്റ് തന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ 4 കൈൻഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഇത് most basic type of sampling ആണ്. Each element of the population has an equal probability of being selected. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഈക്വൽ ചാൻസ് ആണ് ഉള്ളത് ബീങ് സെലക്ടഡ്. അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്. ഇവിടുത്തെ ഒരേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്, ദ പോപ്പുലേഷൻ ഡേറ്റ ഷുഡ് ബി ഹോമോജനസ്. എന്താണ് ഹോമോജനസ് എന്ന് പറയുന്നത്? അത് എക്സാമ്പിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. Suppose you want to know the average mark അഥവാ mean marks of 200 students who wrote CFA level 1. Then you may randomly pick, say, 20 students to create a simple random sample. It should be selected such that all students are from the same class, similar preparation level, and they all studied the content from the same book. അതായത് ആ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ആയിരിക്കണം. എങ്കിലാണ് ആ ഡേറ്റ ഹോമോജനസ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഇപ്പം ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളുടെയും ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ലോകത്തിലുള്ള ആണുങ്ങളുടെ ഹൈറ്റ് മാത്രമേ എടുക്കാവുള്ളൂ. സേ മാർസിൽ കുറെ ജീവൻ ഉണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് നമുക്ക് പോയി എടുത്ത് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഷുഡ് ബി ഹോമോജനസ്. അതേപോലെ CFA ലെവൽ 1ന്റെ ആവറേജ് മാർക്സ് ആണ്, കുട്ടികളുടെ ആവറേജ് മാർക്സ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിള് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈക്വൽ പ്രിപ്പയർഡ് ആയിരിക്കണം, ഈക്വൽ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആയിരിക്കണം. They should be studying the content from the same book and they should be from the same class taught by the same teacher. എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും സിമിലർ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പം ഓർത്താൽ മതി, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP പറയുന്ന പോലെ. എന്താണ് SIP? നമ്മൾ എല്ലാ മാസവും ഒരു ഇൻവെസ്റ്റ്മെന്റ്, അല്ലെ എല്ലാ വർഷവും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അതായത് എവരി ഇന്റർവെല്ലില് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അതേപോലെ അത് സിമിലർ ഒരു ഐഡിയ ആണ് ഇവിടെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ വി ഡു നോട്ട് നോ വാട്ട് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, in the previous example, we clearly studied the population and we made sure that it is homogeneous. But what if we have no knowledge about the population? അതായത് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹോമോജനസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിന്റെ പേരാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. അതായത് ഇപ്പൊ ഒരു ക്ലാസ് എടുത്താൽ അതിനകത്ത് പഠിക്കുന്ന കുട്ടികളെല്ലാം ഫ്രണ്ട് ബെഞ്ചിലും അധികം പഠിക്കാത്ത കുട്ടികൾ ബാക്ക് ബെഞ്ചിലും ആയിരിക്കുന്നതെന്ന് വെച്ചോളൂ. ഞാൻ ഒരു ക്ലാസ്സിൽ ചെന്നിട്ട് അവിടുന്ന് റാൻഡം സാമ്പിൾ എടുക്കുന്നത് എല്ലാം ഫ്രണ്ട് ബെഞ്ചിൽ നിന്നുള്ള ഒരു 10 പേരെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും ഒരു നല്ല റെപ്രസെന്റേഷൻ അല്ല, അല്ലേ? അതെന്റെ ഡേറ്റ ഈക്വലി അല്ലെ റാൻഡം അല്ല, അതൊരു സ്ക്യൂഡ് ആണ്. സോ എങ്ങനെ ഞാൻ റാൻഡം ആക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, I select every kth member until I have a sample of the desired size. This ensures that the sample we are selecting is random. അതായത് ആ ഒരു ക്ലാസ്സിൽ പോയിട്ട് റോൾ നമ്പർ 5ന്റെ മൾട്ടിപ്പിൾസിലുള്ള എല്ലാ കുട്ടികളെയും ഞാൻ സെലക്ട് ചെയ്യുന്നു. എനിക്ക് എത്ര ആ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടെന്ന് അറിയില്ല.
ആ ക്ലാസ്സിലെ കുട്ടികൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നും എനിക്കറിയില്ല. ഫ്രണ്ട് ബെഞ്ചിലാണോ ബാക്ക് ബെഞ്ചിലാണോ ഒന്നും എനിക്കറിയില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എവരി കേത്ത് മെമ്പർ അല്ലെങ്കിൽ എല്ലാ മൾട്ടിപ്പിൾസ് ഓഫ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 4 6 എങ്ങനെയെങ്കിലും ഒരു കേത്ത് മെമ്പർ, എവരി കേത്ത് മെമ്പറിനെ ഞാൻ സെലക്ട് ചെയ്യും. അതിനെയാണ് ഞാൻ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇതിനെ ഓർത്ത് വെക്കുക എളുപ്പം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, SIP പോലെ ഓർത്താൽ മതി. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ടൈം പീരീഡിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ ഇന്റർവെല്ലിലും ഞാൻ ഓരോ കുട്ടികളെ അല്ലെങ്കിൽ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നു. തേർഡ് വണ്ണിന്റെ പേരാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്. ഇതാണ് the most important kind of probability sampling അല്ലെങ്കിൽ the most accurate data തരുന്നത്. പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ ഡേറ്റയുമായിട്ട് അടുത്തുള്ള ഈക്വൽ ഓൾമോസ്റ്റ് നിയർ എറർ കുറവായിട്ടുള്ള ഡേറ്റ തരുന്നത് ഈ പറയുന്ന സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇഫ് ദ പോപ്പുലേഷൻ ഈസ് നോട്ട് ഹോമോജനസ്, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ മുന്നിലിരിക്കുന്ന പോപ്പുലേഷൻ ഹോമോജനസ് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചു കൂട്ടണ്ട. നമ്മൾ ആ പോപ്പുലേഷനെ പല സബ് പോപ്പുലേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റ. സ്ട്രാറ്റയിൽ നിന്നാണ് സ്ട്രാറ്റിഫൈഡ് ഉള്ള പേര് ഡിറൈവ് ചെയ്തത്. സോ നമ്മൾ പല സ്ട്രാറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വി മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് സ്ട്രാറ്റ ഈസ് ഹോമോജനസ്. അതായത് ഒരു 100 പേരുള്ള 100 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പോയിട്ട് ആ ക്ലാസ്സിൽ CFA ലെവൽ 1ഉം ലെവൽ 2ഉം ലെവൽ 3ഉം ഉള്ള കുട്ടികളുണ്ടെന്ന് വെച്ചോളൂ. സോ അതിനകത്തുനിന്ന് ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് ഒരു 20 പേരെ സെലക്ട് ചെയ്യാതെ ഞാൻ ആദ്യമേ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. ലെവൽ 1ലുള്ള കുട്ടികൾ, ലെവൽ 2ലുള്ള കുട്ടികൾ, ലെവൽ 3ലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ ലെവലിൽ നിന്നും ഞാൻ പ്രപ്പോർഷണൽ ആയിട്ട് ഡേറ്റ സെലക്ട് ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. പ്രപ്പോർഷണൽ ആയിട്ട് ഞാൻ കുട്ടികളെ സെലക്ട് ചെയ്യും. അതായത് 200 പേരുള്ള ക്ലാസ്സിൽ 100 കുട്ടികളാണ് CFA ലെവൽ 1 എങ്കിൽ ഞാൻ എടുക്കുന്ന 20 സാമ്പിളിൽ 10 പേര്, അതായത് 50% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് CFA ലെവൽ 1 എങ്കിൽ my 50% ഓഫ് മൈ സാമ്പിൾ ഷുഡ് ഓൾസോ ബി ഓഫ് CFA ലെവൽ 1. അതായത് ഈക്വൽ പ്രപ്പോർഷനിലായിരിക്കണം നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യേണ്ടത്. സോ എന്താണ് ഫസ്റ്റ്, ആദ്യമേ നമ്മൾ ആ ഹെട്രോജനസ് ഡേറ്റനെ അല്ലെ ഹോമോജനസ് അല്ലാത്ത ഡേറ്റനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സ്ട്രാറ്റ ആക്കുന്നു. സ്ട്രാറ്റ ആക്കിയതിനു ശേഷം അതിൽ നിന്ന് നമ്മൾ റാൻഡം സാമ്പിളിംഗ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ച് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു ഇൻ ദ സെയിം പ്രപ്പോർഷൻ ആസ് ഇറ്റ് ഈസ് ഇൻ ദ പോപ്പുലേഷൻ. എന്നിട്ട് ഈ കിട്ടുന്ന സാമ്പിൾസിനെ എല്ലാം നമ്മൾ പൂൾ ചെയ്തിട്ട് ഒരു സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിൾ ഉണ്ടാക്കുന്നു. In our previous example of finding the average marks of 200 students, we first make different strata based on CFA level 1, level 2 or level 3 and then select samples from each stratum based on the proportion. Proportion means if out of 200, 100 people is in level 1, 60 is in level 2 and 40 is in level 3, then our sample of 20 should also have the 50% of level 1, 30% of level 2 and 20% of level 3. Just for reference, within each CFA level, we could further create strata based on other factors like age, gender, etc. അതായത് നമുക്ക് strata ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാം until we make sure that it is homogeneous as per our belief. Here also we must ensure that the proportionality is maintained. എത്ര strata ഉണ്ടാക്കിയാലും അതിനകത്ത് proportionality maintain ചെയ്തിരിക്കണം. ഇതിന്റെ advantages ഞാൻ already പറഞ്ഞു. It is the better estimate of the population parameter. ബാക്കിയുള്ള എല്ലാ probability sampling വെച്ച് നോക്കുമ്പോൾ this gives a better estimate. Every population subdivisions are equally represented. കാരണം ഞാൻ proportionally ആണ് സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈക്വൽ റെപ്രസെന്റേഷൻ ഉണ്ട്. Greater precision, that is smaller variance or dispersion. എന്റെ പോപ്പുലേഷൻ പാരാമീറ്ററിൽ നിന്നും കുറച്ച് വേരിയൻസ് അല്ലെ കുറച്ച് ഡിസ്പേർഷന് വരുന്നുള്ളൂ എന്റെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. അതാണ് ഗ്രേറ്റർ പ്രിസിഷൻ എന്ന് വിളിക്കുന്നത്. ഫൈനലി ഉള്ള പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇത് നമ്മുടെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു സാമ്പിളിംഗ് ആണ്, എക്സെപ്റ്റ് ദാറ്റ് population is subdivided into groups called clusters, not strata. We made strata in stratified random sampling such that it is homogeneous. പക്ഷേ നമ്മൾ ഇവിടെ വെറുതെ ഡിവൈഡ് ചെയ്ത് ഇപ്പം സേ ഒരു 200 പേരുള്ള കുട്ടികളുള്ള ക്ലാസ്സിൽ പോയിട്ട് ഞാൻ 5 പേരെ വെച്ച് എന്റെ ഇഷ്ടത്തിന് ഞാൻ സെലക്ട് ചെയ്ത് ഒരു ക്ലസ്റ്റർ ആക്കി മാറ്റുന്നു. 5 പേരുള്ള ഓരോ ക്ലസ്റ്റർ ആക്കി ഞാൻ മാറ്റി
200 ഡിവൈഡ് ബൈ 5 ആകുമ്പോൾ എനിക്ക് 40 ക്ലസ്റ്റർ കിട്ടും. ആ 40 ക്ലസ്റ്ററിനകത്തുനിന്ന് ഞാൻ റാൻഡം ആയിട്ട് ഒരു 10 ക്ലസ്റ്ററിനെ സെലക്ട് ചെയ്തെന്ന് വെച്ചോളൂ. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗിൽ വി മെയ്ഡ് ഷുവർ ദാറ്റ് ഈച്ച് സ്ട്രാറ്റ ഈസ് ഹോമോജനസ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ വെറുതെ ക്ലസ്റ്റർ ആക്കി തിരിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ക്ലസ്റ്ററിനെ സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ഞാൻ ആ 10 ക്ലസ്റ്റർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ ക്ലസ്റ്ററിനകത്ത് ഞാൻ പോയിട്ട് ഒരു ക്ലസ്റ്ററിൽ 5 കുട്ടികളുണ്ടല്ലോ, ഞാൻ റാൻഡം ആയിട്ട് 3 കുട്ടികളെ മാത്രമേ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുള്ളൂ വെച്ചോളൂ. ഞാൻ ആദ്യമേ സെലക്ട് ചെയ്ത 10 ക്ലസ്റ്ററിനകത്തുനിന്നും ഞാൻ ഓരോ ക്ലസ്റ്ററിൽ നിന്ന് റാൻഡം ആയിട്ട് 3 പേരെ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് 2 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഞാൻ വെറും ക്ലസ്റ്റർ മാത്രമേ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് 1 സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. Do note that each cluster is heterogeneous. It is not at all homogeneous. ഒരു ക്ലസ്റ്റർ സാമ്പിളിംഗില് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് പോലെ ഹോമോജനിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. It is heterogeneous. Suppose in our previous example, we want to know the average marks of students. We simply divide the population into different clusters of say 5 students each, and we select some of those clusters at random. And if inside the selected clusters we select only say 2-3 students at random, adine vilikkunna perana 2-stage cluster sampling. It is mostly used, cluster sampling evade use cheyyunnennu vechal geographic aayittu things kandupidikkan vendi. Say oru rajyathu poyittu enikku അവരുടെ ആവറേജ് സാലറിയോ അല്ലെങ്കിൽ എന്താ പറയാ ഹൗ മച്ച് സാറ്റിസ്ഫൈഡ് ദേ ആർ വിത്ത് ദ ഗവൺമെന്റ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ആദ്യമേ ഒരു രാജ്യത്തിനെ സ്റ്റേറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യും. സ്റ്റേറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്യും. സോ ഇതിനെ നമ്മൾ 2-സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോ എവിടെയാണോ ജോഗ്രഫിക്കലായിട്ട് ഒരു കൺട്രി വൈഡ് ആയിട്ട് നമ്മൾ ഡേറ്റ എടുക്കുമ്പം നമ്മൾ ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ most time efficient and cost efficient probability sampling. Evada the question varuneyanu which is the most time efficient and cost efficient probability sampling is cluster sampling. കാരണം ഇവിടെ നമ്മൾ homogeneity maintain ചെയ്യേണ്ട ensure ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ക്ലസ്റ്റർ ആക്കി തിരിച്ചാൽ മാത്രം മതി. എവിടെയാണോ നമുക്ക് ടൈമും കോസ്റ്റും സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അവിടെ അക്യുറസിയും നമുക്ക് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ഈ മെത്തേഡ് ഈസ് ലെസ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ population when compared to other probability sampling. ഇനി നമുക്ക് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലേക്ക് പോകാം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. സാമ്പിളിംഗ് എറർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും പാരാമീറ്റർ പോപ്പുലേഷൻ പാരാമീറ്ററും തമ്മിലുള്ള ഡേറ്റയുടെ വ്യത്യാസം, ആ വാല്യൂ ആണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. Suppose we calculated the average marks of 200 students using a sample of 20 students. As we already discussed, this sample statistic, such as the mean marks, are valid estimates of the underlying population. അതായത് ഒരു പോപ്പുലേഷന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സാമ്പിളിന്റെ ഡേറ്റ വെച്ച് ഇൻഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Difference between the population parameter and the sample statistic is known as the sampling error. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ 200 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പോയിട്ടാണ് സാമ്പിൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ 200 കുട്ടികളുടെ മാർക്കും CFAയുടെ മാർക്ക് ചുമ്മാ ഒരു ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. 200 അല്ല, ഒരു 2 കോടി കുട്ടികളുടെ മാർക്ക് എടുത്താണ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു പെർഫെക്റ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ 200 കുട്ടികളുടെ ഇൻഡിവിജ്വൽ മാർക്ക് ഞാൻ എടുത്ത് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഏത് നോർമൽ ആണോ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നൊന്നും ഞാൻ ഇപ്പം കൺസിഡർ ചെയ്യുന്നില്ല. The only point is that a distribution exists. Okay, 200 കുട്ടികളുടെ മാർക്ക് എടുത്ത് പ്ലോട്ട് ചെയ്താൽ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. Now suppose we take 20 students as sample. നമ്മൾ പറഞ്ഞു 200 കുട്ടികളുടെ എടുക്കാതെ 20 പേരുടെ സാമ്പിൾ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യമേ ഞാൻ കൈയിട്ട് ഒരു 20 പേരെ ഇനി സെലക്ട് ചെയ്തു. 20 പേരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ മീൻ മാർക്ക് ഞാൻ കണ്ടുപിടിക്കുവാണ്. ഓക്കെ, or any other statistics, say mean height or mean weight, എന്തെങ്കിലും ഒരു മീൻ ആയിട്ടുള്ള ഒരു ഡേറ്റ ഞാൻ കണ്ടുപിടിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ അത് ഒരു പ്ലോട്ട് ചെയ്തു, ഒരു ഗ്രാഫിൽ ചെന്ന് പ്ലോട്ട് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ആ ആദ്യമേ സെലക്ട് ചെയ്ത 20 കുട്ടികളെ ഞാൻ തിരിച്ച് പോപ്പുലേഷനിൽ ഇട്ടിട്ട് പിന്നെയും ഞാൻ അടുത്ത റാൻഡം ആയിട്ട് ഒരു 20 കുട്ടികളെ സെലക്ട് ചെയ്ത് ഞാൻ പിന്നെയും ഒരു സാമ്പിൾ മീൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സാമ്പിൾ മീൻ മാർക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പൊ എനിക്ക് വേറൊരു വാല്യൂ ആണ് കിട്ടിയത്. പിന്നെ ഞാൻ ഇതെടുത്ത് തിരിച്ച് പോപ്പുലേഷനിൽ ഇട്ടിട്ട് അടുത്ത 20 കുട്ടികളെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഈ പ്രോസസ്സ് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഓരോ തവണ ഞാൻ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അഥവാ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് ഓരോ തവണ ഞാൻ സെലക്ട് ചെയ്യുമ്പോഴും. അതായത് ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആയിട്ട് ആക്ട് ചെയ്യും. ഇറ്റ് ചേഞ്ചസ് ആസ് പെർ ദി സാമ്പിൾ. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഓരോ തവണ ഞാൻ ഈ പറയുന്ന 20 കുട്ടികളെ എടുത്ത് അവരുടെ മീൻ മാർക്ക് കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ ഓരോ തവണ എനിക്ക് ഓരോ മാർക്കാണല്ലോ കിട്ടുന്നത്. ഈ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ മാർക്ക് ഞാൻ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ അവിടെയും എനിക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നതായിട്ട് മനസ്സിലാവും. അതായത് ഒരു പോപ്പുലേഷന് മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, ആ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിള് ഞാൻ പലതവണ എടുത്താൽ ആ കിട്ടുന്ന സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും എനിക്കൊരു ഡിസ്ട്രിബ്യൂഷൻ തരുന്നുണ്ട്. ആ ഡിസ്ട്രിബ്യൂഷന്റെ പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂഷന്റെ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? നോട്ട് ഓൺലി ഡസ് ദ ഡേറ്റ ഫ്രം ദ പോപ്പുലേഷൻ ഹാവ് എ ഡിസ്ട്രിബ്യൂഷൻ, ബട്ട് സോ ഡസ് ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. ഒരു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ്, സാമ്പിൾ മീനോ സാമ്പിൾ വെയിറ്റോ എന്താന്ന് വെച്ചാൽ സാമ്പിൾ മീൻ എടുക്കാം നമുക്ക്. അതാണ് മോസ്റ്റ്ലി നമുക്ക് ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. സാമ്പിൾ മീൻ എടുത്ത് ഞാൻ ഒരു പ്ലോട്ട് ചെയ്താൽ അതിനും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആക്ട്സ് ആസ് എ റാൻഡം വേരിയബിൾ. ഇറ്റ് ഈസ് എ റാൻഡം ആയിട്ട് വേരി ചെയ്യും. റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ അതിനൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ ആക്ച്വൽ ബുക്ക് ഡെഫിനിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ ഡിസ്റ്റിങ് പോസിബിൾ വാല്യൂസ് ദാറ്റ് ദ സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ അസ്യൂം. ഓക്കെ, ഓരോ തവണ ഞാൻ 20 പേരെ എടുക്കുമ്പോൾ ഓരോ വാല്യൂസ് ആണ് കിട്ടുന്നത്. സോ ഓൾ ദ ഡിസ്റ്റിങ് പോസിബിൾ വാല്യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ അസ്യൂം when computed from the samples of the same size. ഞാൻ ഓരോ തവണയും 20 കുട്ടികളെ വെച്ചാണ് എടുക്കുന്നത്. ഞാൻ അടുത്ത തവണ 10, പിന്നെ 35, അങ്ങനെയല്ല. ഓരോ തവണയും ഞാൻ 20 കുട്ടികളെ വെച്ചാണ് എടുക്കുന്നത്. റാൻഡംലി ഡ്രോൺ ഫ്രം ദ സെയിം പോപ്പുലേഷൻ. ഞാൻ ഒരു ക്ലാസ്സിലെ കുട്ടികളെ തന്നെയാണ് എടുക്കുന്നത്. ഞാൻ വേറൊരു ക്ലാസ്സിൽ പോയി അവിടെ നിന്നല്ല അടുത്ത കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. സോ all the distinct possible values that the statistic can assume when computed from the sample of the same size randomly drawn from the same population. If the statistic we are finding is mean, ഇനി അങ്ങോട്ട് നമ്മൾ മീൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. Then the distribution made from the sample mean is known as the sampling distribution of the sampling mean, അഥവാ simply distribution of the sample mean. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള സാമ്പിൾ മീനിന്റെ ഡിസ്റ്റിങ് പോസിബിൾ വാല്യൂസ് വെച്ചൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ മീൻ, അഥവാ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സാമ്പിൾ മീൻ. ഇനി അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലേക്ക് പോവാം. രണ്ട് സാമ്പിളിംഗ് ആണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് കൺവീനിയന്റ് സാമ്പിളിങ്ങും രണ്ടാമത്തത് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗും ആണ്. കൺവീനിയന്റ് സാമ്പിളിംഗ് ആ പേര് പറയുന്ന പോലെ തന്നെ ആരാണോ റിസർച്ച് നടത്തുന്നത്, ആരാണോ സാമ്പിളിംഗ് പ്രോസസ്സ് നടത്തുന്നത്, അയാൾ കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രം എടുക്കും. അയാൾ വീട്ടിന്റെ വെളിയിറങ്ങി, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ലോകത്തിലുള്ള ആണുങ്ങളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അയാൾ ജസ്റ്റ് വീട്ടിന് വെളിയിറങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള 10 വീട്ടുകളുടെ ആണുങ്ങളുടെ ഹൈറ്റ് മാത്രം എടുത്തു. അയാൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റ മാത്രം എടുക്കുന്നു. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിപ്പെൻഡന്റ് ഓൺ ദ ജഡ്ജ്മെന്റ് ഓഫ് ദ റിസർച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഈസിലി ആക്സസിബിൾ ഫോർ ഹിം. ഇവിടെ എന്താ പ്രശ്നം വരുന്നത്? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ. കൺവീനിയന്റ് സാമ്പിളിംഗ് ഇസ് നോട്ട് റെപ്രസെന്റേറ്റീവ് ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ. Obviously, it has the least accuracy, and only positive thing is that quick data collection at low cost. അതായത് വീട്ടിൽ നിന്ന് വെളിയിറങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള 10 വീട്ട് എടുക്കുന്നെങ്കിൽ അയാൾക്ക് എന്തിനാ ഇത്ര സമയം വേണ്ടതല്ലേ? സോ ലോ കോസ്റ്റ് ആൻഡ് ക്വിക്ക് ഡേറ്റ കളക്ഷൻ. ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇതാണ് എക്സാമിന് വരുന്നത്. വേർ ഈസ് കൺവീനിയന്റ് സാമ്പിളിംഗ് യൂസ്ഡ്? It is used in the preliminary stage of any research for small scale pilot study. Preliminary stage of ഒരു റിസർച്ച് നടത്തുവാണ്. ഞാൻ പുതിയൊരു ഡ്രോൺ ടെക്നോളജി കണ്ടുപിടിക്കുവാണ്. അപ്പൊ അത് ഞാൻ പൈലറ്റ് സ്റ്റേജിലെത്തി. അപ്പൊ ഈ പൈലറ്റ് സ്റ്റേജിലെത്തി ഇത്
ആൾക്കാർക്ക് യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയാ ആ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുമുള്ള എന്താ പറയാ ഒരു 100 വീട്ടിൽ കയറി അങ്ങനെ ഞാൻ എന്താ പറയാ പൈലറ്റ് സ്റ്റഡിക്ക് അല്ലെ റിസർച്ചിന്റെ സമയത്ത് പൈസയും സമയവും ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മെത്തേഡ് ഉപയോഗിക്കാം, തെറ്റില്ല. അത് വൺസ് ഫങ്ഷണൽ ആയാൽ ആ ഡ്രോൺ ഫങ്ഷണൽ ആയതിനു ശേഷം ഞാൻ മര്യാദയ്ക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് വഴി അതിന്റെ യൂസ്ഫുൾനെസ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ പേരാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. Again, it depends upon the researcher's knowledge and professional judgment. It is affected by the bias of the researcher that might lead to skewed results and that do not represent the whole population. അതായത് say നമ്മൾ ഒരു റിസർച്ചർ ആരാണോ സാമ്പിളിംഗ് നടത്തുന്ന അയാളുടെ ജഡ്ജ്മെന്റിനെ നമ്മൾ വില കൊടുക്കുകയാണ്. സേ ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു ടീച്ചറിനോട് ചോദിക്കുവാണ് ഈ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കിനും ആ ടീച്ചർ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്യും. പക്ഷെ എന്തിലാണ് ബെസ്റ്റ്, സേ മ്യൂസിക്കിലാണോ ബെസ്റ്റ്, പഠിത്തത്തിലാണോ ബെസ്റ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. ആ ടീച്ചർ അങ്ങ് ജഡ്ജ് ചെയ്യുവാണ്, ഓക്കെ ഈ പുള്ളി വന്ന് ചോദിച്ചത് പഠിത്തത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ ആയിരിക്കും, സോ ആ പുള്ളി പഠിത്തത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ ആക്ച്വലി അവിടെ മ്യൂസിക്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ ആയിരുന്നു ആവശ്യം. അതായത് ജഡ്ജ്മെന്റ് will be dependent upon the bias of the researcher. It will be skewed results and it does not represent the whole population. ഇതും എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സീസൺഡ് ഓഡിറ്റേഴ്സ്, നമ്മുടെ CFA എക്സാമിന് സീസൺഡ് ഓഡിറ്റേഴ്സ് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗിൽ യൂസ് ചെയ്യാം. ദേ ക്യാൻ അപ്ലൈ ദെയർ ജഡ്ജ്മെന്റ് ടു സെലക്ട് ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ പ്രൊവൈഡ് സഫിഷ്യന്റ് ഓഡിറ്റ് കവറേജ്. ഓക്കെ, സീസൺഡ് ഓഡിറ്റേഴ്സ് ആണ് ഈ പറയുന്ന ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം സാമ്പിളിങ്ങിനെ പറ്റി പഠിച്ചു. സാമ്പിൾ സൈസും നമ്മൾ ഒരു 200 കുട്ടികളുടെ ക്ലാസ്സിൽ 20 കുട്ടികളെ സെലക്ട് ചെയ്യുമെന്നും പഠിച്ചു. അപ്പൊ നമ്മുടെ തോന്നിയ പോലെ നമുക്ക് ഈ സാമ്പിൾ സൈസ് സെലക്ട് ചെയ്താൽ അത് ശരിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആസ് ദ സാമ്പിൾ സൈസ് ഇൻക്രീസസ്, നമ്മൾ 200 പേരുള്ള കുട്ടികളുടെ ക്ലാസ്സിൽ നിന്ന് 20 പേരെ എടുക്കുന്നതിനെ കാട്ടിലും അക്യുറസി ഒരു 100 കുട്ടികളുടെ സാമ്പിൾ എടുത്താൽ കിട്ടും. As the sample size increases, the accuracy of the sample statistic to the population parameter increases. എത്ര സാമ്പിൾ സൈസ് ഞാൻ കൂട്ടുന്നുവോ അത്രയും അടുത്തിരിക്കും പോപ്പുലേഷന്റെ പാരാമീറ്റർ വാല്യൂ ആയിട്ട്. Or we can say that the difference in the error value or the mean absolute error decreases as the sample size increases. എന്റെ സാമ്പിൾ സൈസ് വലുതാവും തോറും പോപ്പുലേഷൻ പാരാമീറ്ററും സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും തമ്മിലുള്ള മീൻ അബ്സല്യൂട്ട് എറർ ഡിക്രീസ് ചെയ്യും. Additionally, a minimum sample size is needed to limit the sample error and achieve a certain level of accuracy. അതായത് 100,000 പേരുടെ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒരു 10 പേരുടെ സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. There should be a minimum sample size to limit the sample error and achieve a certain level of accuracy. So minimum sample size ഉണ്ട് 1, 2 sample size കൂടുന്തോറും നമ്മുടെ എറർ കുറഞ്ഞു വരും. ഇനി അടുത്തതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ മീൻ വെച്ചിട്ട് നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണെന്ന് പഠിക്കാം. താങ്ക് യു.